ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിലേക്ക് ഉപയോഗിക്കുന്ന സ്വിച്ച് മോഡുലാർ ടൈപ്പ് സ്വിച്ചാണ്. മോഡുലാർ ടൈപ്പ് സ്വിച്ച് അതൊരു 18 മോഡ്യൂളുണ്ട്. അതായത് 18 മോഡ്യൂൾ എന്ന് ഉദ്ദേശിച്ച 18 സ്വിച്ചുകളാണ് ഉദ്ദേശിക്കുന്നത്. 18 മോഡ്യൂളിൻ്റെ സ്വിച്ചിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു 18 മോഡ്യൂളുടെ ഷീറ്റാണ് വന്നിരിക്കുന്നത്. ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന മോഡലാണ് ഈ കാണിക്കുന്നത്, നിങ്ങൾ കാണുന്നത്. ഏറ്റവും ആദ്യം തന്നെ നമ്മളൊരു ബോർഡ് എടുക്കുമ്പോൾ അതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം തന്നെ ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ ഏതിനൊക്കെ വേണമെന്ന് നമ്മൾ ആദ്യം നിശ്ചയിക്കണം. ഇതിപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ഒരു ഫസ്റ്റ് ലൈറ്റാണ് ഏറ്റവും ആദ്യം നമ്മൾ കൊടുക്കേണ്ടത്, ഒരു ഫസ്റ്റ് ലൈറ്റ്. ബാക്കിയെല്ലാം കൊടുത്തിരിക്കുന്നത് കാണുന്നത് 2 വേ സ്വിച്ചുകളാണ് നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നത്. ആ 2 വേ സ്വിച്ചുകളെല്ലാം തന്നെ മാസ്റ്റർ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ള ലൈറ്റുകളുടെ സ്വിച്ചുകളാണ് അതെല്ലാം. ഇതെങ്ങനെയാണെന്ന് ഞാൻ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞുതരാം. ബാക്കിയെല്ലാം 1 വേ സ്വിച്ചുകളും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്, ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് മാസ്റ്ററിൻ്റെ കണക്ഷനാണ്. ഒരു സ്വിച്ചിൻ്റെ, അതായത് മോഡുലാർ ടൈപ്പ് എന്ന് പറയുന്നത് പുതിയ മോഡലാണ്. പുതിയ മോഡൽ സ്വിച്ചുകളുടെ താഴെയാണ് നമ്മൾ മാസ്റ്ററിൻ്റെ കണക്ഷൻസ് എല്ലാം ലിങ്ക് ചെയ്യേണ്ടത്. അതായത് മാസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ബെഡ്റൂമുകളിൽ നമ്മൾ ആ സ്വിച്ച് കൊടുക്കുന്നത് അത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കൊടുത്തിരിക്കുന്ന സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ എല്ലാ ലൈറ്റുകളും വർക്ക് ചെയ്യുന്നതാണ് മാസ്റ്ററിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഇൻവെർട്ടറിൻ്റെ സെക്ഷനിലുള്ള കണക്ഷൻസാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇൻവെർട്ടറിൻ്റെ സെക്ഷനിൽ ആ റെഡ് വയർ പോയിരിക്കുന്ന ആ വയർ നമ്മൾ ഡയറക്റ്റ് ലിങ്ക് ചെയ്ത് അടുത്ത ഫാനിലേക്ക് കൊടുത്ത് ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ. അടുത്ത വീണ്ടും ഒരു ഫാൻ, 2 ഫാൻ ഉണ്ട്. 2 ഫാനിൻ്റെ റെഗുലേറ്ററിൻ്റെ സ്വിച്ചിലേക്കാണ് കൊടുക്കുന്നത്. ഇൻവെർട്ടറിൻ്റെ കണക്ഷനാണ് പോയിരിക്കുന്നത്. പിന്നെ ഒരു ഡി പി സ്വിച്ച് നിങ്ങൾക്ക് ടി വി കാര്യങ്ങൾ കൊടുക്കാനുള്ള ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുന്ന ആ മെയിൻ സെക്ഷനിലേക്ക് ആ ടി വി കൊടുക്കുന്നതിന് ഇൻവെർട്ടർ സെക്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ആ റെഗുലേറ്ററിൻ്റെ സ്വിച്ചിൽ നിന്ന് റെഗുലേറ്ററിൻ്റെ ഒരു ലീഡ് കൊടുത്തു, ഇനി അടുത്ത് ഫാനിലേക്ക് പോകും. അതുപോലെ തന്നെ റെഗുലേറ്ററിൻ്റെ ഒരു ലീഡ് ആ സെക്ഷനിലുള്ള സ്വിച്ചിൽ നിന്നും പോയി അതിനുശേഷം മറ്റേ ലീഡ് നമ്മൾ ഫാനിലേക്ക് കണക്ട് ചെയ്യും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെർട്ടർ സെക്ഷൻ ആവശ്യമുള്ള ഡി പി സ്വിച്ച് എന്ന് വെച്ചാൽ ടി വിക്കൊക്കെ കൊടുക്കാൻ ഡി പി സ്വിച്ചാണ് ബെസ്റ്റ്. അതെങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി പി സ്വിച്ച് എന്തിനാണ് ടി വിക്ക് കൊടുക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞ് ഒരു അടുത്ത വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ബാക്കിയെല്ലാം നോക്കുക. ഇത് സാധാ ഫേസ്, അതായത് സാധാ ഫേസാണ് ഒരു സ്വിച്ചിൻ്റെ ഏറ്റവും മുകളിൽ കൊടുക്കേണ്ടത്. അതായത് 2 വേ സ്വിച്ചിൻ്റെ ഏറ്റവും മുകളിൽ കൊടുക്കേണ്ടത് സാധാ ഫേസ്. എല്ലാം ലിങ്ക് ചെയ്ത് ആ ബ്ലൂ വയർ എല്ലാം ലിങ്ക് ചെയ്ത് അടുത്ത 1 വേ സ്വിച്ചിൻ്റെ എല്ലാം താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അത് സാധാ ഫേസാണ് വരുന്നത്. സാധാ ഫേസ്, ഇൻവെർട്ടർ ഫേസ് അല്ല, സാധാ ഫേസാണ് ആ ലിങ്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കി അറിയാൻ പറ്റുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ആ 1 വേ സ്വിച്ചിൻ്റെ ആ ലീഡുകളിലൊക്കെയാണ് നമ്മൾ ഏതെങ്കിലും ലൈറ്റുകളുടെ ലീഡുകൾ കൊടുക്കേണ്ടത്. ലൈറ്റുകളെല്ലാം കൊടുക്കേണ്ട ആ 1 വേ സ്വിച്ചിൻ്റെ മുകളിലേക്ക് കൊടുക്കണം. 2 വേ സ്വിച്ചിൻ്റെ സെൻറ്ററിലേക്കാണ് ലീഡുകൾ കൊടുക്കേണ്ടത്. ലൈറ്റിൻ്റെയും ഏതാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ലൈറ്റുകളുടെ ലീഡ് കൊടുക്കേണ്ടത് 2 വേ സ്വിച്ചിൻ്റെ സെൻറ്ററിലേക്കാണ് കൊടുക്കേണ്ടത്. 2 വേ സ്വിച്ചിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ലീഡ് കൊടുക്കുന്നു. അതായത് ഒരു സ്വിച്ച് നമ്മൾ ഓൺ ആക്കുമ്പോൾ സെൻറ്ററിൽ നിന്നും അതിൻ്റെ മുകളിലേക്കുള്ള സെക്ഷനിലേക്കാണ് കറണ്ട് പോകുന്നത്. സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സെൻറ്ററിൽ നിന്നും താഴത്തെ സെക്ഷനിലേക്കാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത്, അതായത് ഫേസ് മുകളിലാണ് കിടക്കുന്നത്, സെൻറ്ററിൽ ലീഡ് കിടക്കുമ്പോൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സെൻറ്റർ ടു ആ മുകളിലെ ലീഡായിട്ട് ഫേസായിട്ട് ലിങ്ക് ആവും, ലൈറ്റ് പ്രകാശിക്കും. ഇനി നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ സെൻട്രലിലെ ലീഡ് ഓട്ടോമാറ്റിക്കായിട്ട് മാസ്റ്ററിലേക്ക് കണക്ട് ചെയ്ത് കിടക്കും. അപ്പോൾ നമ്മൾ മാസ്റ്റർ സ്വിച്ച് നമ്മുടെ റൂമുകളിൽ നിന്ന് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത്, അതെന്തെങ്കിലും അത്യാവശ്യം ഒന്ന് ഓൺ ആക്കുന്ന സമയത്ത് ആ താഴെ നിന്നും കറണ്ട് ഓൾറെഡി ലീഡുകളിലേക്ക് പോയി ഓട്ടോമാറ്റിക്കായിട്ട് മാസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ആ സ്വിച്ചുകളിലേക്ക് വന്ന് മാസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റുകൾ തെളിയും. ഇതാണ് സിസ്റ്റം. വളരെ സിമ്പിൾ സിസ്റ്റമാണ്. ഇതൊരു കാണിച്ചിരിക്കുന്നത് മോഡുലാറിൻ്റെ ആ മോഡുലാർ ബോക്സ് എങ്ങനെ കണക്ട് ചെയ്തു എന്ന്, അവസാനം എങ്ങനെ കണക്ട് ചെയ്തു എന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. വലിയ കോംപ്ലിക്കേഷനായിട്ടൊന്നും കാണേണ്ട. ആ ലീഡുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലീഡുകൾ കൊടുത്തിരിക്കുന്നു, മാസ്റ്റർ കൊടുത്തിരിക്കുന്നു, ഫേസ് കൊടുത്തിരിക്കുന്നു, പിന്നെ ഡി പി സ്വിച്ച്, ടി വിയുടെ സെക്ഷൻ, ഡി പി സ്വിച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സുകളിലേക്ക് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഫ്രണ്ട്സ്.